ജോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം. അതിനുശേഷം ജോബ് അധരം തുറന്ന് തൻ്റെ ദിനത്തെ ശപിച്ചു. ജോബ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ജനിച്ച ദിവസവും ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാത്രിയും നശിക്കട്ടെ. ആ ദിവസം അന്ധകാരമാകട്ടെ. ഉന്നതത്തിൽ നിന്ന് ദൈവം അതിനെ പരിഗണിക്കാതിരിക്കട്ടെ. വെളിച്ചം അതിൻ്റെ മേൽ ശോഭിക്കാതിരിക്കട്ടെ. അന്ധകാരവും മരണനിഴലും അതിനെ അവകാശപ്പെടുത്തട്ടെ. കാർമേഘം അതിനെ ആവരണം ചെയ്യട്ടെ. സൂര്യഗ്രഹണങ്ങൾ അതിനെ ഭയപ്പെടുത്തട്ടെ. ആ രാത്രിയെ കൂരുരുൾ ഗ്രസിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ ദിവസങ്ങളിൽ അത് ചേരാതിരിക്കട്ടെ. മാസങ്ങളുടെ ഗണനത്തിൽ അത് വരാതിരിക്കട്ടെ. ആ രാത്രി ഇതാ വന്യമായി പോകട്ടെ. അതിൽ ആനന്ദഘോഷം കടക്കാതിരിക്കട്ടെ. ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ. ലെവിയാഥാനെ ഇളക്കിവിടാൻ കഴിവുള്ളവരാണല്ലോ അവർ. അതിൻ്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ടുപോകട്ടെ. ഇല്ലാത്ത പ്രകാശത്തിനു വേണ്ടി അത് കാത്തിരിക്കട്ടെ. പുലരിയുടെ കൺപോളകളിൽ അത് ദൃശ്യമാകാതിരിക്കട്ടെ. എൻ്റെ മാതൃഗർഭവാതിൽ അത് അടച്ചില്ല. എൻ്റെ കണ്ണിൽ നിന്ന് ദുരിതം മറച്ചില്ല. എന്തുകൊണ്ടാണ് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഞാൻ മരിക്കാതിരുന്നത്? ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ ഞാൻ ഒടുങ്ങാതിരുന്നത്? മുഴങ്കാലുകൾ എന്നെ സ്വീകരിച്ചതെന്തിന്? എനിക്ക് കുടിക്കാൻ മുലപ്പാൽ എന്തിനായിരുന്നു? എങ്കിൽ ഞാൻ കിടന്നിപ്പോൾ ശാന്തി അടയുമായിരുന്നല്ലോ. അങ്ങനെ ഉറങ്ങി എനിക്ക് വിശ്രമിക്കാമായിരുന്നല്ലോ. നഷ്ടാവശിഷ്ടങ്ങൾ തങ്ങൾക്കായി പുനർനിർമ്മിച്ച രാജാക്കന്മാരോടും ഭൂമിയിലെ ഉപദേഷ്ടാക്കളോടുമൊപ്പം, അഥവാ സ്വർണമുള്ളവരും തങ്ങളുടെ വീടുകൾ വെള്ളി നിറച്ചവരുമായ പ്രഭുക്കന്മാരോടുമൊപ്പം, അഥവാ എന്തുകൊണ്ട് ഞാൻ മറവു ചെയ്ത ചാപ്പിള്ള പോലെ ആയില്ല, വെളിച്ചം കാണാത്ത ശിശുക്കളെ പോലെയും? അവിടെ ദുഷ്ടരുടെ ഉപദ്രവം അവസാനിക്കുന്നു. ക്ഷീണിതർ അവിടെ വിശ്രമം കൊള്ളുന്നു. തടവുകാർ ഒന്നുപോലെ അവിടെ സ്വസ്ഥത അനുഭവിക്കുന്നു. മേലാളന്മാരുടെ ആജ്ഞാസ്വരം അവർ കേൾക്കുന്നില്ല. ചെറിയവരും വലിയവരും അവിടെയുണ്ട്. അടിമ തൻ്റെ യജമാനന്മാരിൽ നിന്ന് സ്വതന്ത്രനാണ്. കഷ്ടപ്പെടുന്നവന് വെളിച്ചവും തപ്താത്മാവിന് ജീവിതവും എന്തിനു കൊടുക്കണം? അവർ മരണം വാഞ്ചിക്കുന്നു, എന്നാൽ അതൊട്ടില്ല താനും. ഗുപ്തനിധികളെക്കാൾ അതിനെയാണ് അവർ തേടി നടക്കുന്നത്. ആനന്ദക്കൊടുമുടിയിൽ സന്തോഷിക്കുന്നവർ ശവകുടീരം കണ്ടെത്തുന്നത് കൊണ്ടത്രേ ആഹ്ലാദിക്കുന്നത്. വഴിമറയ്ക്കപ്പെട്ട മനുഷ്യന് തൻ്റെ പിന്നിലായി ദൈവം വേലി കെട്ടിയവന് പിന്നെന്ത്? എൻ്റെ അപ്പത്തിനു മുമ്പിൽ എത്തുന്നത് എൻ്റെ നെടുവീർപ്പല്ലോ. ജലം പോലെ ഒഴുകുന്നത് എൻ്റെ ഞരക്കങ്ങളും. എന്തെന്നാൽ ഞാൻ ഭയപ്പെട്ടത് എനിക്ക് വന്നുകൂടുന്നു. ഞാൻ പേടിച്ചിരുന്നത് എനിക്ക് സംഭവിക്കുന്നു. എനിക്ക് സ്വസ്ഥതയില്ല, ശാന്തിയുമില്ല. എനിക്ക് വിശ്രമമില്ല. ഉപദ്രവം വന്നുകൊണ്ടുമിരിക്കുന്നു.